9 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീട്ടിൽ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ അമ്മ അച്ഛൻ അനിയത്തി നമ്മളെ ഗുണ്ടുവിനെയൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരെയും കാണണം. അങ്ങനെ ഫുൾ എക്സൈറ്റഡ് ആണ് ഗൈസ്. ബൈ ബൈ ടാറ്റാ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ടാറ്റാ. ടീച്ചർ സാർ പോണേ. ടീച്ചർ പോണേ സാർ. Bye guys. Tata. Tata. Oh. Tata guys. Bye bye. 5:30 ആയപ്പോൾ ഞാൻ, അല്ലെങ്കിൽ ഒരു 5:15 ആയപ്പോൾ ഞാൻ ഇവിടെ സ്റ്റേഷനിലെത്തി. അപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നു. അച്ഛൻ ഇപ്പുറത്ത്, ഞാൻ അപ്പുറത്തും ആയിപ്പോയി. അപ്പം എന്തായാലും നമ്മൾ പിന്നെ ഈ ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ ലഗേജൊക്കെ. അതൊക്കെ എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തി. അച്ഛൻ്റെ അടുത്ത് പോയി കൊടുക്കുക ബാഗ്. അതാണ് ഫസ്റ്റ് ലക്ഷ്യം. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലെത്തി, ഇറങ്ങി, അച്ഛനെ കണ്ടു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം അച്ഛൻ, പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഫുഡ് കഴിക്കാനാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഇന്നലെയും ട്രെയിനിൽ വെച്ച് അങ്ങനെ നല്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാനൊരു ഇടിയപ്പവും മുട്ടക്കറിയുമാണ് മേടിച്ചത്. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയുക, നമ്മൾ ഫുഡൊക്കെ കണ്ടിട്ട് എന്ന് വെച്ചാൽ കുറേ നാളായില്ലേ നമ്മുടെ നാട്ടിൽ ഫുഡൊക്കെ കഴിച്ചിട്ട്. അതിൻ്റെ കുറച്ച് കഴിക്കണം എന്നുള്ള രീതിയിൽ നല്ല എരിയുള്ള കറിയായിരുന്നു. എരിയുടെ ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചു. പിന്നെ ഞാൻ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നമ്മൾ സ്ഥലം തന്നെ കഴിച്ചോട്ട് സത്യം പറയാനോ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ ഇതാ നമ്മളെ ജംഗ്ഷൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ എത്തി. ക്യാമറ ഓണാണെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അതെ അതെ, അവസാനം ഞാൻ എടുത്തപ്പോൾ എൻ്റെ ഇത്രയും കിട്ടുള്ളൂ. എന്നെ അവ ഇന്ന് തള്ളിയിട്ടേനെ ഗൈസ്. എൻ്റെ പൊന്നി, എനിക്ക് ചേച്ചി വരണടാ, എൻ്റെ ചേച്ചി വരണടാ, എൻ്റെ ചേച്ചി വരണടാ. എന്തായാലും അവൾ വരണതിന് മുമ്പേ ഒന്ന് ബാത്റൂമിൽ വിടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ തുള്ളിച്ചാടി എന്തെങ്കിലും സംഭവിച്ചാലോ. പിടിച്ച് എവിടെയാ പോണത്? നമുക്ക് എന്നാ ഇപ്പോൾ ഒഴിക്കണ്ടേ? കൊണ്ട് ചേച്ചിയെ കണ്ടിട്ട് പോവുമെന്നോ. ഞാൻ ഈ ടൈമിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് അമ്മ അങ്ങ് സൂം ചെയ്തില്ല കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. എക്സ്പ്രഷനും എല്ലാം കിട്ടുമല്ലോ. അവളെ കയ്യിൽ ഫോണുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പതുക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. കാരണം അവളെ കയ്യിൽ ഫോണുണ്ട്. അപ്പം അതൊക്കെ അവൾ എടുക്കുമല്ലോ എന്ന് കരുതി. പക്ഷെ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഓണാക്കാതെ ഭയങ്കര വീഡിയോ കൊടുത്തോ. എന്തിനും ഓട്ടോ ഇടാൻ എൻ്റെ അടുത്ത് നിന്ന്. നീ അവന് എടിച്ചോട്ട് വാടി. ഊരെങ്കിൽ ഊരിക്കോ നീ. നിനക്ക് ചേച്ചി എന്തിനു വാങ്ങിച്ചോട്ട് വന്ന് എന്റെ കപ്പീസ് നോക്ക്. പിള്ളേരിക്കും നോക്കടേ. പിന്നെ എൻ്റെ ഡാഡിടാ ഒപ്പു തെറിപ്പിച്ചോണ്ടാണ് ഒരു ഓട്ടം. ഇതൊക്കെ എന്തിനാ ഊരിയിട്ടിരിക്കുന്നേ? കൊണ്ടുവേ താഴെ കൊണ്ടേ. തളന്നല്ലേ. നോക്ക് നീ ഇനി പോവോടി, നീ ഇനി പോവോടി.
ഓ ഇതിലെന്തുണ്ടടി ഇതില്? എനിക്ക് ഇതിൽ കൊണ്ടുവന്നോടി. നമ്മുടെ ഒന്നും വേണ്ടില്ല ഈ സ്നേഹമൊന്നും. ഇതാര്? വാടി നമുക്ക് പോവാം. ആള് ഭയങ്കര കഴിക്കടി നീ കഴി. എന്റെ പെട്ടി തുറക്കട്ടെ, കുറെ സാധനങ്ങൾ എടുത്ത് മാറ്റിയില്ലെങ്കിൽ. ഇതിൽ പൈസ ഇരിക്കണേ. ഇത് എന്റെ പൊന്നു മക്കളെ നോക്കിയിരിക്കണോ? അപ്പച്ചനും അമ്മാമ്മയ്ക്കും ഉള്ള സാധനമേ. എവിടുന്ന് കിട്ടി? ഓ ഇതാ, ഇത് അപ്പച്ചൻ്റെ അമ്മാമ്മയ്ക്കും. ഈ കവറിൽ തന്നെ ഇട്ടോ. അല്ല അത് ബ്ലൗസ്. നീ 3 മേടിച്ചോളൂ. ഒന്ന് കഴിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നാ. ഇതൊക്കെ കുഞ്ഞു സ്നാക്സ് ഞാൻ ഒന്നും കഴിച്ചില്ല. കൊണ്ടപ്പം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാതായി. അതിനവിടെ പൊന്നോ കഴിക്കും. അപ്പോ ഒരു കരടിക്കുട്ടിയും ഒരു ഏയും. കൊള്ളാമോ അവിടെ താപ്പിള്? നല്ല ഡിഫറൻസും ഉണ്ടാ? നമ്മൾ ഇനിപ്പല്ലേ നമുക്ക് സ്ട്രോബെറി ഒക്കെ 50 രൂപയ്ക്ക് കിട്ടി. അമ്മ എന്റെ ബാഗ് എവിടെ? എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൈസ്. എൻ്റെ ഗുണ്ടു എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മൾ വന്ന് കയറുമ്പോൾ അവൻ്റെ ആ ഒരു കണ്ടില്ലേ നിങ്ങൾ, അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. മോനെ ഇതിലാണ് മണം. അതിലെന്തിരിക്കണേ? എന്തോ ഞാൻ വന്ന് കയറിയ സമയം തൊട്ട് ആളെന്നെ പിടിച്ചു വെച്ചോണ്ടിരിക്കുവാണ്, വിടുന്നില്ല. കടിച്ചു പിടിച്ച് എന്നെ കടിച്ചോണ്ടിരിക്കുവാണ്. എവിടെ പോയി, എന്താ ഇത്ര ദിവസമായിട്ട് കാണാത്തതെന്നൊക്കെ. വിടരുത്. വിടുന്നില്ല എന്നെ. നീ ഇനി എവിടെയും പോവോടി? മതി വേദനിപ്പിച്ച് ഞാൻ എവിടെയും പോവില്ല. കൈ വിടുന്നില്ല. ഇത് എന്റെ തിരുപ്പടാ. കൈ വിടുന്നില്ല. കല്യാണോ ഓ മതി മതി. ഭയങ്കര ഉപദ്രവമാവൻ. ഇതിന്റെ ഞാൻ വന്നതിന് ശേഷം എന്നെ ഉപദ്രവിക്കുന്നു ഗൈസ്. അമ്മേനെ ഒന്നും ചെയ്യില്ല, കുഞ്ഞുവിനെ ഒന്നും ചെയ്യില്ല. എന്നെ ഭയങ്കര ഉപദ്രവം ഗൈസ്. പോ നീ. ഇത് കൊറേ നേരമായി കേട്ടോ. എന്നെ ഒന്ന് കറങ്ങ്.
ഞാൻ പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങ് ഓടും. ഞാൻ ഒട്ടും ഉറങ്ങിയില്ല ഗൈസ്. എനിക്കാണെങ്കിൽ ഒട്ടും ദേഹവും വയ്യ, പനിയും പിടിച്ചു. കണ്ടില്ല സൗണ്ടൊക്കെ പോയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വന്ന ഉടനെ കയറി കിടന്നു കുറേ നേരം ഉറങ്ങിയപ്പോഴത്തേക്ക് ഒരാളും കൂടെ വന്ന് എൻ്റെ കൂടെ കിടക്കുന്നു. അപ്പോഴത്തേക്ക് അനിയത്തിയാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ചേച്ചി എന്നും പറഞ്ഞ് പിന്നെ അതാ ആളും എൻ്റെ കൂടെ കിടന്നങ്ങ് ഉറങ്ങി. ഇത്രയും ദിവസമായിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. നല്ല സൗണ്ടും വയ്യ, പനിയൊക്കെ പിടിച്ച് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ. നമുക്ക് ഈ വീഡിയോ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇത് നമുക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ വ്യൂ കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, റീക്രിയേറ്റ് ചെയ്യണം, ഇതുപോലെ എൻ്റെ കൊണ്ട് വരുമോ എന്നറിയണം. അപ്പം അത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത്. അങ്ങനെ ഉണ്ണി വളർന്നേ കിളിമകളെ അവസ്ഥയായി പോയി. പക്ഷേ ബാക്കി എല്ലാത്തിനും അവൻ എൻ്റെ അടുത്ത് ഓടി വരുന്നവൻ നിങ്ങൾ തന്നെ കണ്ടു നോക്കുക ഗൈസ്. അവൻ്റെ ആദ്യം ഓടി എൻ്റെ അടുത്ത് വന്നു, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഞാൻ പിന്നെ അവൻ പയ്യെ നടന്ന് വന്നു, ക്ഷീണം. പിന്നെ ഞാൻ പിടിച്ചു വെച്ച് എടുത്ത്, ചേച്ചി തളർന്നു പോയി, ഇനി എന്നെ കൊണ്ട് പറ്റൂല എന്നാണ് പിന്നെ ഞാൻ എടുത്ത് പൊക്കി. ശരി എന്നാ വീണ്ടും അവനെ ഇവിടെ എൻ്റെ കൈ പറ്റൂല, പോയി എൻ്റെ കൈ പോയി, നോക്കൂ എത്ര തൊലി അങ്ങ് പോയി. അങ്ങനെ എന്തോന്നറിയാം, ശവമായി പവനായി. ആളെ പിടിച്ചു ആളെ കള്ളനെ. പിന്നെ റീക്രിയേഷൻ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു, കാരണം കൈയൊക്കെ മുറിഞ്ഞു ഗൈസ്. അവൻ്റെ തൊടല് ഞാൻ പിടിച്ചതും ചെയിനൊക്കെ പിടിച്ചപ്പോൾ കയറി വലിച്ചു. ചിരിക്കണമൊക്കെ കള്ളൻ എന്നെ പറ്റിച്ചിട്ട് ഓടിയിട്ട്. എൻ്റെ മുഖം കണ്ട വഴക്ക് പോയിട്ട് ഒന്ന് ഉമ്മ കൊടുക്കാനാ ഗൈസ് തോന്നുന്നത്. അപ്പം പുതിയ റോഡായപ്പോൾ അവൻ്റെ ഓട്ടം കണ്ടോ? ഇതിപ്പം ചെളിയാവൂല, അഴുക്കാവൂല, കാലില് ആരോ കമന്റ് ഇടുന്നുണ്ട് ഇനി സ്ട്രൈറ്റ് ആയിട്ട് നന്നായിട്ട് കൊണ്ടുപോടുന്നു. സത്യം, ചെരുപ്പും കൂടെ വാങ്ങിച്ചു കൊടുക്കണം ഗൈസ്. അവന്റെ ഓട്ടം നോക്ക്, റോഡ് ഇഷ്ടപ്പെട്ട് കുണുകുണാന്നോടും കുടുകുടാന്ന്. അതെ, അവനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അവനിപ്പം ബാത്റൂമിൽ പോകണ്ട, അവന് ഓടിക്കളിക്കണം. പിന്നെ ഞാൻ സൈഡിലൊന്ന് പാർക്ക് ചെയ്യാറുണ്ട് ബാത്റൂമിൽ പോകാനായിട്ട്. അതെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ റോഡിൽ ആരോ ഉപേക്ഷിച്ച ഒരു കുഞ്ഞു ആവയില്ലേ, ഒരു കുഞ്ഞു പട്ടി. അപ്പം അവളെ കണ്ടു, അത് ഓടി വന്ന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ഓടി വന്നു നമ്മളെടുത്ത്. ഗുണ്ടു തിരിച്ചോടുമ്പോൾ എന്തായാലും ആ കുഞ്ഞുപട്ടിയെ കാണാൻ വേണ്ടി എന്നെയും വലിച്ചുകൊണ്ട് അവിടെ കാണുന്നുണ്ട്. കണ്ടു. രണ്ടുപേരും കൂടി പരസ്പരം നോക്കി. ഒരു കുഞ്ഞനിയത്തിയെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഗുണ്ടുവിന്. ഗുണ്ടു എന്തായാലും അമ്മയെ കാണും പോലെ ഈ അനിയത്തി കുട്ടിയെ കണ്ടിട്ട് കുരച്ചൊന്നുമില്ല, ഭയങ്കര സ്നേഹമായിരുന്നു. ആദ്യമായിട്ടാണ് ഗുണ്ടു ആരെങ്കിലും കണ്ടാൽ സ്നേഹിക്കുന്നത്. ആ കുഞ്ഞും അതുപോലെ തന്നെ. പണ്ട് നമ്മളെ ഗുണ്ടു ഓടിപ്പോകുമ്പോൾ ഇങ്ങനെ ചാടി വന്ന് കിടന്നു തരുമല്ലോ, ഇതുപോലെ സ്നേഹിച്ചോളീന്ന് പറഞ്ഞു, അതുപോലെ ആയിരുന്നു കേട്ടാ. ഭയങ്കര സ്നേഹമുള്ളൊരു കുഞ്ഞുമാവ. ആർക്കെങ്കിലും അഡോപ്ഷന് താല്പര്യം ഉണ്ടെങ്കിൽ പറയാട്ടോ. കാരണം പാവം അത് റോഡിൽ ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് മെലിഞ്ഞാണ് കിടക്കണത്. ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സീനാണ്, പക്ഷെ അവിടെ എല്ലാവരും കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതാരെങ്കിലും എത്ര നാള് ഇവിടെ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അടുത്ത വീട്ടിലൊക്കെ പോയി അവർ അടിക്കുകയും കല്ലെടുത്തെറിയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു 1-2 വീട്ടുകാരൊക്കെയാണ് ഭക്ഷണം കൊടുക്കാറ്. എൻ്റെ വീടിൻ്റെ അടുത്തല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് നടക്കും ഞാനും ഗുണ്ടും കൂടി. അങ്ങനെ ഉള്ള അടുത്തുള്ള ഒരു വീട്ടിലാണ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ചുകൂടെ നടക്കുമ്പോൾ കാണുന്ന വീടാണ് കേട്ടോ. വീട്ടിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അവർ പറഞ്ഞു ആരെങ്കിലും ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയെങ്കിൽ കൊള്ളായിരുന്നു. അല്ലാതെ ഭക്ഷണമൊക്കെ എൻ്റെ ഡോഗിന് കൊടുക്കുക. അവർക്കാണെങ്കിൽ 3 ഡോഗ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനെയും കൂടി വളർത്താൻ അവർക്ക് പറ്റൂല. പക്ഷെ ആരോ അതിനെ കൈയോ കാലോ ഒക്കെ അടിച്ചൊടിച്ച് അവരാണ് ഇപ്പം നന്നായിരിക്കണം. ഇതിനെക്കാളും മെലിഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്. ഇപ്പം നന്നായിരിക്കണം. അവർ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഇവളെ അഡോപ്ഷന് താല്പര്യം ഉണ്ടെങ്കിൽ പറയാട്ടോ. അതെ കമൻ്റ് ഇട്ടാൽ മതി. ഞാനെങ്കിൽ എൻ്റെ നമ്പരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു തരാം. ആള് കിടക്കുന്നിടം. അതെ. പിന്നെ ഞങ്ങളെ കൂടെ ഓടി വരും. ഞാൻ നോക്കുമ്പോൾ പക്ഷേ ഒരു ബൗണ്ടറി ഉണ്ട്, അത് കഴിഞ്ഞ് വരുന്നില്ല.
കുറേ ദൂരം ഞങ്ങളെ കൂടെ ഇങ്ങനെ വന്നിട്ട് തിരിച്ച് അവളങ്ങ് പോയി കേട്ടോ. ഇതുവരെ വന്നുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് അവൾക്കറിയാം അങ്ങുമില്ല ഇങ്ങുമില്ല, നല്ല ബുദ്ധിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ വന്നിട്ടില്ല, നമ്മൾ പിന്നെ പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് നമ്മുടെ കുഞ്ഞു കുണ്ടുവാണ്. കുഞ്ഞു കുണ്ടുവിനെ അന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു ഇതുപോലെയൊക്കെ വളരുമ്പോൾ സ്നേഹിക്കുമെന്ന്. ഇതിലും കൂടുതലാണ് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. അന്ന് കാണിച്ച സ്നേഹം, അന്നാണെങ്കിൽ ഇത്ര ആത്മാർത്ഥ സ്നേഹമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് യഥാർത്ഥമല്ലേ. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടുക, കമൻറ്റ് ഇടുക മറക്കരുത്. പിന്നെ പുതിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നീ സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. ടാറ്റാ.